എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. ഇത് കേൾക്കുമ്പോൾ തന്നെ രേണുകയെ എല്ലാവരും തിരിച്ചറിയുന്നതാണ്. പലരും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പാട്ട് പാടും, അങ്ങനെ അത്ര നമുക്കൊരു വാവ് എന്ന് തോന്നുന്നത് വളരെ അപൂർവം പേർക്കേ നമുക്ക് അങ്ങനെ തോന്നാറുള്ളൂ. അപ്പോൾ ജോത്സന പാടിയപ്പോൾ നമുക്ക് ആ ശരിക്കും ഒരു ഇത് രസമായി കുട്ടി പാടുന്നേ തോന്നി. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ തലവേദനിക്കാൻ തുടങ്ങും. അത്രയും ഫീല് കൊടുത്തിട്ടാണ് ആ പാട്ട് പാടുന്നത്. ജയം രവി, ആര്യ, പൃഥ്വിരാജ് ഇവരുടെയൊക്കെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ന് സിനിമയിൽ എവിടെയാണ്? എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇവരെ അറിയാം, ഇവരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഞാൻ അന്ന് കൊച്ചുകുട്ടിയായിരുന്നു, അപ്പൊ എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും സിനിമയ്ക്ക് പറ്റാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് എന്റെ വികാരങ്ങൾ അടക്കി വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ജിഷ്ണു ഒരു ബിഗ് ബ്രദറിന്റെ മാതിരി എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യായിരുന്നു. നോക്ക്, നീ നിന്റെ ഈ മൂക്കത്തെ ചുണ്ടി മാറ്റി വെക്കണം, ഇത് ഇൻഡസ്ട്രിയാണ്, കുറച്ചുകൂടിയൊക്കെ നൈസായിട്ട്. അപ്പം ഞാൻ പറയുന്നത് ഞാനായി നിന്നാൽ പോരെ. ജിഷ്ണു ആ സമയം മരിക്കുന്നു, ഞാൻ ഡെലിവറി കഴിഞ്ഞ ഒരു പോസ്റ്റ്മോർട്ടം ഒരു ഡിപ്രഷൻ ആ ഒരു സമയം. അപ്പം അത് തന്നെ വല്ലാണ്ട് എന്നെ അത് എഫക്റ്റ് ചെയ്തു. എന്താ സ്വാതി ഇങ്ങനെ വിളിക്കും, അമ്മ ഓക്കെ അമ്മ, എന്താ അമ്മ അമ്മ. ഞാൻ എപ്പോഴേക്കും അടുത്ത കാര്യത്തിലോട്ട് പോയിട്ടുണ്ട്. ആര്യ മലയാളിയായിരുന്നല്ലോ. എനിക്ക് അറിയില്ലായിരുന്നു ആര്യ മലയാളിയാണെന്നുള്ളത്. അതെ, ഞാൻ മലയാളിയാണ്, ഞാൻ കണ്ണൂക്കാരനാണ്. ജയം രവി ഞാൻ അഭിനയിച്ചതില് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഭയങ്കര കെയറിങ് ആ പുള്ളിക്കാരൻ. എനിക്ക് കൊള്ളേണ്ട ഒരു അടി പുള്ളിക്കാരൻ അത് കണ്ട് എൻ്റെ തല പിടിച്ച് താത്തി പുള്ളിക്കാരൻ്റെ മേത്തേക്ക് ഇങ്ങനെ ആക്കി ആ ഒരു വലിയൊരു അടി എൻ്റെ തലയ്ക്ക് കിട്ടണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് അങ്ങനെ ഒരു സെറ്റ് ജ്വല്ലറി, ഇങ്ങനെ മാലയും കമ്മലും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കി ഞാനിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അങ്ങനെയാണ് എൻ്റെ തെലുങ്ക് സിനിമയുടെ കഥ. ഞാൻ അവിടെ പോയി ഡയലോഗ് കണ്ട് ഞാൻ തിരിച്ചു മടങ്ങി വരാനായിട്ട് ഇരുന്ന ആളാണ്. സംസാരിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ അധികം കടന്നു വരുന്നില്ല. നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും ഈ മലയാളം എങ്ങനെ ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്യണം? താരപരിവേഷം അവർക്ക് കൊടുക്കാന്ന് നമ്മുടെ പോലെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ ഫോൺ വിളിക്കുക, സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. സിദ്ധു പേർപ്പസ്ലി ഇത് കേൾക്കാൻ വേണ്ടി എന്നെ എങ്ങനെ ചൂടാക്കാൻ വേണ്ടി എങ്ങനെ ചൊറിഞ്ഞു വരുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ എന്തെങ്കിലും പറയാം. അപ്പൊ ഞങ്ങള് ഭയങ്കര അടിയായിരുന്നു. ആ സിനിമയില് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന അതുപോലൊക്കെ തന്നെയായിരുന്നു. കമൽ സാറ് പറഞ്ഞൊരു ഇത് ഓർമ്മയുണ്ട്. ക്യാമ്പസ് പടത്തില് ഒരു സോങ്ങില് ഡാൻസ് കളിക്കാൻ വരുന്നവരായാലും ശരി, അതില് ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ശരി, എനിക്ക് റിയൽ ക്യാമ്പസിലുള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾ വേണം എന്നുള്ളത്. ട്രിവാൻഡ്രം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സെറ്റിംഗ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. രേണുക മേനോനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് രേണുക. ഹായ്. എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. ഇത് കേൾക്കുമ്പോൾ തന്നെ രേണുകയെ എല്ലാവരും തിരിച്ചറിയുന്നതാണ്. ഈ അടുത്ത് മോഹൻ സിത്താര സാറിനെ കാണുന്ന സമയത്ത് ഈ പാട്ടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ സമയത്ത് സംസാരിക്കുന്നതിൽ ഈ സുഖമാണി നിലാവ് സുഖമാണി രാവ് എന്ന് പറയുന്ന പാട്ട് സംസാരിക്കുമ്പോൾ അന്നിത് ജോസ്നയും വിധു പ്രതാപും പാടുമ്പോൾ അതൊരു പുതിയ വെസ്റ്റേൺ സ്റ്റൈലിലുള്ളൊരു പാട്ടായിരുന്നു. ഇന്ന് ഇതേപോലത്തെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. ഇടയ്ക്കൊരു അഭിമുഖത്തിൽ ACVയിലാണെന്ന് തോന്നുന്നു, അഭിമുഖത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിലൊന്ന് സുഖമാണി നിലാവ് എന്നുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഇപ്പോൾ കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 2002 ഇറങ്ങിയ കമൽ സാറിൻ്റെ സിനിമയാണ്. ഇന്ന് എന്താണ് ആ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മ? അവസാനമായിട്ട് ഈ പാട്ട് എന്നാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായി കാണുന്നത് ചിലപ്പോൾ. പക്ഷെ ഇപ്പോഴും ഈ ഒരു പാട്ട് ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ ഷോപ്സിലൊക്കെ പോകുമ്പോൾ, ഷോപ്പിങ്ങിനോ എന്തിനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കാനോ എന്തിനൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പാട്ട് പ്ലേ ചെയ്യും ഇപ്പോഴും. അപ്പൊ പാട്ട് ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്. പിന്നെ ആ പാട്ട് എൻ്റെ ഒരു നമ്മൾ പറയില്ല, എൻ്റെ ഫസ്റ്റ് ബേബി പോലെയാണ്. അതിനോടുള്ള ഇഷ്ടം അങ്ങനെയാണ് എനിക്ക്. കാരണം ഫസ്റ്റ് പടം ഫസ്റ്റ് ഹിറ്റായ പാട്ട്, പിന്നെ അതൊരു നല്ലൊരു എന്താ പറയുക, മെലോഡിയസ് ഒരു ഇതാണ്. ഒരുപാട് പേര് ഹൃദയങ്ങളിൽ ഏറ്റെടുത്തൊരു പാട്ട്. അപ്പോൾ അതിനോട് പിന്നെ അത് ഞങ്ങളെല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു. അത് പാട്ട് പാടിയ വിധു പ്രതാപും ജോത്സനയാണെങ്കിലും ഞങ്ങളൊക്കെ സമപ്രായക്കാരായിരുന്നു. അതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ജോത്സന ഒരു പാർട്ടിക്ക് ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അവരുടെ പാർട്ടിക്ക് പോയപ്പോൾ ജോത്സനെ അവിടെ വെച്ച് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ജോത്സന ഒരു പാട്ട് പാടുന്നുണ്ട്.
ആ പാർട്ടിക്ക് പാട്ട് പാടിയപ്പോൾ നമ്മൾക്ക് വിചാരിക്കുന്നത് ഓ കൊള്ളാലോ, എന്ത് രസമായിട്ട് ഈ കുട്ടി പാട്ട് പാടുന്നത്, ഇത്രയും കഴിവുള്ളൊരു കുട്ടിയോ. കാരണം നമ്മൾ പലരും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പാട്ട് പാടും, അങ്ങനെ അത്ര നമുക്കൊരു വാവ് എന്ന് തോന്നുന്നത് വളരെ അപൂർവം പേർക്കേ നമുക്ക് അങ്ങനെ തോന്നാറുള്ളൂ. അപ്പോൾ ജോത്സന പാടിയപ്പോൾ നമുക്ക് ശരിക്കും ഒരു എന്ത് രസമായി കുട്ടി പാടുന്നേ തോന്നി. ആ ജോത്സനയാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ആ സുഗമാണി നിലാവ് പാടുന്നത്. അതൊരു ഭയങ്കര അതിശയമായിരുന്നു, അത് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു അത്. എനിക്ക് ഓർമ്മയുണ്ട്, അതിന് ശേഷമാണ് വിധുവിൻ്റെയും ജോസ്നയുടെയും മഴക്കാലമല്ലേ മഴയല്ലേ എന്ന് പറയുന്ന ഒരു പാട്ട്, ഒരു ആൽബം സോങ് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ വോയിസിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോഹൻ സിത്താര സാർ തന്നെ പറഞ്ഞത്, ആദ്യം ഈ കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കുന്ന സമയത്ത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു ടൈറ്റാനിക്കിലെ സോങ് പാടാൻ പറഞ്ഞു. എന്നിട്ട് ആ സോങ്ങിനെ അനുകരിച്ച് പാടൂ എന്നുള്ള ആ സ്റ്റൈല് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പാടിയിരിക്കുന്നതാണ്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ സൂതിങ്ങും വളരെ ഇഷ്ടത്തോടു കൂടി കേൾക്കുന്ന ഒരു പാട്ടാണെങ്കിലും ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ തലവേദനിക്കാൻ തുടങ്ങും. അത്രയും ഫീല് കൊടുത്തിട്ടാണ് ആ പാട്ട് പാടുന്നത്. അപ്പൊ അതൊന്നും നമുക്കോ മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഡേവിഡ് അങ്കിളാണ് ഇങ്ങനെ അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത്, എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണത് പാടിയിരിക്കുന്നത്, ജോത്സന എന്നാണ് പേര്. പക്ഷെ പാർട്ടിക്ക് ഞാൻ ജോത്സനെ പരിചയപ്പെട്ടപ്പോൾ ആരോ എൻ്റെ അടുത്ത് ചിന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ജോത്സന ചിന്നു ഇത് രണ്ടും ഒരാളാണ് എന്നുള്ളത് അന്ന് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ചിന്നു ജോത്സനയും ഒരാളാണ് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ആ ഫീല് കൊടുത്ത് പാടുമ്പോൾ കുട്ടിക്ക് ഹെഡേക്ക് വരെ വരും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അതെ, അതെ അതെ, അതുകൊണ്ടാവും ഈ ടൈറ്റാനിക്കിന്റെ ഒക്കെ ആ ലെവലിൽ പാട്ട് പാടാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടാവുക. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ നൊസ്റ്റുവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെന്ന് പറയുന്ന സിനിമ ശരിക്കും ഇപ്പോഴും നമ്മളൊരു കാലഘട്ടത്തെ ആലോചിക്കുമ്പോൾ ഒരു പോപ്പുലർ സിനിമ മാത്രമല്ല, ഒരു ബ്രേക്കിംഗ് സിനിമ എന്നുള്ള അർത്ഥത്തിലും ക്യാമ്പസിന്റെ കഥ പറയുന്ന പല സിനിമകൾ വരുമ്പോഴും കമൽ സാർ അതിൽ മികവ് കാണിച്ചിട്ടുള്ള നിറം ഹിറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ നമ്മളിനകത്ത് ഇപ്പോൾ ശിവൻ, ശ്യാം, പരിമളം, പിന്നെ അപർണ ഈ 4 പേരാണ് ഇതിനകത്ത് വരുന്നത്. ഈ 4 പേരും പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ വഴിയിലാണ് പോയത്. അതിൽ 3 പേരും സിനിമയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. നിങ്ങൾ അമേരിക്കയിലേക്ക് പോയി. കാരണം നമ്മുടെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇവരുമായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ആരുമായിട്ടും സൗഹൃദം തുടർന്നിട്ടില്ല, അത് കഴിഞ്ഞു. അത് അവരല്ല, ഞാൻ അത് കഴിഞ്ഞിട്ടും സിനിമകൾ ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആരുമായിട്ടും അങ്ങനെ ഞാനൊരു എന്താ അറിയില്ല, ഞാൻ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാൻ ഒരു ഇത്തിരി പുറകിലാണ്. അപ്പൊ അത് ഞാൻ പറയും അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റായിരിക്കാം. അപ്പൊ ഇവരായിട്ട് മാത്രമല്ല, ആരുമായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എത്രയോ സിനിമകളിൽ വർക്ക് ചെയ്തു, എത്രയോ പേരെ പരിചയപ്പെട്ടു. അവരായിട്ട് ആരുമായിട്ടും ഞാനൊരു മേ ബി ഒരു 2-3 പേരായിട്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവര് ഞാനായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം വന്നവരായിട്ട് മാത്രമേ ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എന്തോ അതിൻ്റെ ഒരു സ്കില്ല് ഇല്ല എനിക്ക്. ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ജയൻ രവി, ആര്യ, പൃഥ്വിരാജ്, ഇവരുടെയൊക്കെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ന് സിനിമയിൽ എവിടെയാണ്? ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കാരണം നമുക്ക് പറയോ, ഞാൻ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ നല്ല നല്ല വർക്കുകൾ ഇപ്പൊ കാണുമ്പോഴും എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇവരെ അറിയാം, ഇവരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അപ്പോൾ ആ സമയത്തുണ്ടായ എന്തെങ്കിലും രസകരമായ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു, ഇവരിങ്ങനെയായിരുന്നു. അപ്പം അതൊരു ഞാൻ ഭയങ്കര പ്രൗഡാണ് അതിൽ. എടുത്ത് ചോദിക്കാമല്ലോ, ഇപ്പോൾ പൃഥ്വിരാജ് നമ്മുടെ സിനിമയെ പുറത്തൂടെ കൊണ്ടുപോകുന്ന ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സിനിമ ഓസ്കാറിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അന്ന് ചെറിയ കുട്ടിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന 2 പടങ്ങൾ, വർഗത്തിന് മുമ്പ് നീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും പറയുന്ന വിനയൻ സാറിന്റെ സിനിമ. വിനയൻ സാറിന്റെ സിനിമ വരുമ്പോഴത്തേക്ക് ചെറിയ കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ആ മാനറിസംസോട് ആണ് അടുത്ത് വന്നതെന്ന് തോന്നുന്നു. അന്നത്തെ കുട്ടിയെയും ഇന്നത്തെ വലിയൊരു ആക്ടറുണ്ട്, നമ്മുടെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് പോലെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺസ് ഒക്കെ തലക്കകത്ത് പോകാറുണ്ടോ? അപ്പൊ ആ കുട്ടിയെ ഓർക്കാറുണ്ടോ അന്നത്തെ പൃഥ്വിരാജിനെ? പക്ഷെ പൃഥ്വിരാജ് ഞാൻ കാണുമ്പോഴും രാജു വളരെ ഇങ്ങനെ മെച്യൂർഡായിട്ട് അധികം സംസാരിക്കാത്ത അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഞാനും
അധികം സംസാരിക്കാറില്ല സെറ്റുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇൻട്രാക്ഷൻസ് അധികം വന്നിട്ടില്ല. പക്ഷെ പലരും രാജുവിൻ്റെ ആ അധികം സംസാരിക്കാത്ത ആ ഒരു രീതിയെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പലരും ഭയങ്കര ജാടയാണെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്കറിയാം, എന്നെയും അങ്ങനെ ആൾക്കാർ പറഞ്ഞു കാണും ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ്, അങ്ങനെയാണ്. അപ്പോൾ ചിലർ ഒരുപാട് സംസാരിക്കുന്നവരുണ്ടാവും, ചിലർ വളരെ മിതമായി സംസാരിക്കുന്നവരുണ്ടാവും. അതോരോ വ്യക്തിത്വമല്ലേ. അപ്പോൾ അതിനെ നമുക്കങ്ങനെ അത് ജാടയാണെന്നോ, എന്നാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അവർ വളരെയധികം സംസാരിക്കുന്നവരായിരിക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ അധികം അങ്ങനെ ഇൻട്രാക്ഷനും കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല. പിന്നെയും വർഗം ചെയ്തപ്പോഴാണ് അതെ പിന്നെയും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുക. വളരെ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡയലോഗ്സ് ഒക്കെ പെട്ടെന്ന് എനിക്കൊക്കെ ഇങ്ങനെ അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കൊക്കെ ഇങ്ങനെ മഗപ്പ് ചെയ്ത് ഡയലോഗ് പറയാന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നേ. അപ്പോൾ ഇവരൊക്കെ ഒരിക്കൽ ഇങ്ങനെ വർഗം ചെയ്യുമ്പോൾ ഏതൊരു ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഒരു വേർഡിനെ തന്നെ ഞാൻ വേറെ എന്തോ വേർഡ് വെച്ച് ഞാൻ അതിനെ സ്വിച്ച് ചെയ്തു ഞാൻ. അപ്പോൾ തന്നെ എന്നെ കളിയാക്കി ഇങ്ങനെ, മലയാളം തന്നെയല്ലേ ഈ പറയുന്നത്, ഇതെന്തിനായി മാറ്റുന്നതെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വളരെ അപ്പോൾ കൊടുത്തപ്പോൾ നോക്കി പഠിച്ച് അതിനു വേണ്ടി ജനിച്ചവരാണ്. ഇന്നും പൃഥ്വിരാജിന്റെ പേരിൽ അങ്ങനെ ഒരു നല്ല പേരുണ്ട്. കാരണം ഡയലോഗ്സ് പറയുന്ന കാര്യത്തിൽ ഒരു തരത്തിലും ആൾക്കാർക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ അത് എല്ലാവരും അങ്ങനെയല്ല. നമ്മുടെ ലാലേട്ടനായാലും അവരെല്ലാവരുടെയും ആ ഒരു കഴിവ് എനിക്ക് ഐ എം ഷുവർ മമ്മൂക്ക അങ്ങനെ ആയിരിക്കാം, എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഇവരൊക്കെ എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ അവർ മൈൻഡിൽ സ്ക്രിപ്റ്റ് അവർ പഠിച്ച് ഡയലോഗ് പഠിച്ച് അവർക്ക് ഒറ്റ ഷോട്ടിൽ വലിയ പാരഗ്രാഫൊക്കെ അവർ ഒരു ബുദ്ധിമുട്ടുകൂടിയാണ് പറയുന്നവരല്ലേ. സോ ദേ ആർ ബോൺ ഫോർ ദാറ്റ്. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നത്തിനകത്ത് വരുമ്പോൾ കുറച്ചുകൂടി ചെറിയ ആളായിരുന്നു പൃഥ്വിരാജ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അതിലെ മാനറിസവും വർഗത്തിലെ മാനറിസവും തമ്മിൽ വ്യത്യാസം ഒരുപാട് മാറിയിരുന്നു. ഞാൻ അത് ചെയ്ത പൃഥ്വിരാജ് ഞാൻ പിന്നെ കാണുന്ന സമയത്ത് അത് ആ ഒരു പോലീസ് ഓഫീസറായിട്ട് അതൊരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് ഓഫീസറായിരുന്നല്ലോ. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ അവർക്ക് മാറാൻ പറ്റുന്നതെന്നുള്ളത്. അതെ, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിൽ വരുമ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളായിരുന്നല്ലോ. ഇപ്പൊ ജിഷ്ണു നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഭാവന അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു നടിയായി മാറിക്കഴിഞ്ഞു. അതേപോലെ സിദ്ധാർത്ഥ് നല്ല സംവിധായകൻ കൂടിയായിട്ടുള്ള ആക്ടറായിട്ട് മാറി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ കോണ്ടാക്ട് തുടർന്നിരുന്നെങ്കിൽ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു തുടർച്ച ഉണ്ടാവുമായിരുന്നു. പക്ഷെ അത് പിന്നെ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിച്ചില്ല. അങ്ങനെയാണോ? ഇല്ല, എനിക്ക് എന്താ അറിയോ, ഇവരെല്ലാവരും അവരവരുടെ ജോലികളായിട്ട് ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഒരിക്കലും ഒരാളെ വിളിച്ച് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, ഞാൻ അവരുടെ സമയം എടുക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കുക, ഒരു ഹായ് പറയുക, വിഷസ് അയക്കുക. ഞാൻ വിചാരിക്കും അവർക്ക് അവരുടെ വാല്യുബിൾ ടൈം അവർക്ക് വേണ്ട പോലെ വിനിയോഗിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി വിളിച്ച് സംസാരിച്ച് അവരുടെ സമയം കളയണ്ടെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഞാൻ മോശമാണെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവരെല്ലാവരും വേറൊരു ലെവലിലോട്ട് എത്തി. അപ്പോൾ ഒരു സാധാരണക്കാരന് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ, ഓ ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ഇവരെ ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ഒരു എന്താ ഒരു സ്റ്റൈല് പോലെ വേണമെങ്കിൽ പറഞ്ഞു കിടക്കാം. പക്ഷേ എനിക്ക് സിനിമയിൽ വരുന്നത് വരെ ഈ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ താരങ്ങൾ ഇവർ ഒരു വേറെ ഏതോ ഒരു ലെവലിൽ നിൽക്കുക അങ്ങനെയാണ്. പക്ഷേ ഇവരെല്ലാം നമ്മുടെ പോലുള്ള സാധാരണക്കാരാണ്, നമ്മുടെ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പ്രൈവസി നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക താരപരിവേഷം അവർക്ക് കൊടുക്കാമെന്ന് നമ്മുടെ പോലെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ ഫോൺ വിളിക്കുക, സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ ജിഷ്ണുവിന്റെ കാര്യം അറിയുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ആ സമയത്ത് ആരോ ഒരു ഓൺലൈൻ മാഗസീൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ ചോദിച്ചിരുന്നു. അതിൽ കുറച്ചെങ്കിലും ഞാൻ പറയും, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂവി കൂടി ജിഷ്ണുവിൻ്റെ കൂടെ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു ഇൻട്രാക്ഷൻ ജിഷ്ണു ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ജിഷ്ണു മോർ ലൈക്ക് എന്താ പറയുക നമ്മുടെ ഒരു ബിഗ് ബ്രദർ കൈൻഡ് ഓഫ് സ്വഭാവമാണ് കേട്ടോ ജിഷ്ണുവിൻ്റെ. അപ്പോൾ ജിഷ്ണു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും എൻ്റെ കുറച്ച് എന്താ പറയുക സിനിമയ്ക്ക് പറ്റാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് എൻ്റെ വികാരങ്ങൾ അടക്കി വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത്,
എന്നുവെച്ചാൽ അതെൻ്റെ ഫേസിൽ പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്കെന്താ അപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ അപ്പോൾ ഇങ്ങനെ ഞാൻ കാമായിരിക്കണം, ഞാൻ ഇവിടെ ഇത് പറയരുത്, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ജിഷ്ണു ഒരു ബിഗ് ബ്രദറിൻ്റെ മാതിരി എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യായിരുന്നു. നോക്ക്, നീ നിൻ്റെ ഈ മൂക്കത്തെ ചുണ്ടി മാറ്റി വെക്കണം, നീ അത് കുറച്ചുകൂടിയൊക്കെ ഇത് ഇൻഡസ്ട്രിയാണ്, കുറച്ചുകൂടിയൊക്കെ നൈസായിട്ട്. അപ്പം ഞാൻ പറയുന്നത് ഞാനായി നിന്നാൽ പോരെ, ഞാൻ എന്തിനാ അങ്ങനെ വേറൊരാളായിട്ട് പ്രറ്റൻഡ് ചെയ്യുന്നത്, ഞാനങ്ങനെ എന്താ പറയുക നൈസായി നിൽക്കേണ്ട എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാമല്ലോ എന്ന്. പക്ഷെ കുറേ അന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അന്നും ഇങ്ങനെ പുള്ളിക്കാരൻ പറയും കുറച്ചുകൂടി കാമായി നിൽക്ക്, കുറച്ചുകൂടി ഒരു പേഷ്യൻസ് വേണം. അപ്പം അങ്ങനെ ഒരു മോർ ലൈക്ക് എ ബ്രദർ ആയിരുന്നു. സോ അതുകൊണ്ട് ജിഷ്ണു മരിച്ചപ്പോൾ നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം എൻ്റെ രണ്ടാമത്തെ മോളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയം, ആ സമയത്ത് എൻ്റെ തന്നെ വളരെ ക്ലോസ്, ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനും പുള്ളിക്കാരിക്കും ക്യാൻസറാണെന്ന് അങ്ങനെ അറിഞ്ഞ സമയം. പിന്നെ ജിഷ്ണു ആ സമയം മരിക്കുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ ഒരു പോസ്റ്റ്മോർട്ടം ഒരു ഡിപ്രഷൻ ആ ഒരു സമയം ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അത് തന്നെ വല്ലാണ്ട് തന്നെ അത് എഫക്റ്റ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും പൊട്ടവിചാരങ്ങളും എല്ലാം അങ്ങനെ തന്നെ ഒരുപാട് അത് എഫക്റ്റ് ചെയ്തിരുന്നു. അതും കൂടി കേട്ടപ്പോൾ അത് വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ടച്ച് വുഡ് അതൊന്നെല്ലാം റിക്കവർ ചെയ്ത് വന്നു. ഈ സിദ്ധാർത്ഥ എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? സിദ്ധു ആയിട്ട് ഞങ്ങൾ എപ്പോഴും അടിയായിരുന്നു. അതെല്ലാവരും പറയും, ഞാൻ ഇപ്പോഴും എല്ലാ മാഗസീനിലൊക്കെ കാണാറുണ്ട്. അത് എന്താണെന്നറിയില്ല, സിദ്ധു എൻ്റെ ബ്രദറും ഞാനും അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ. എൻ്റെ ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ബോയ്സ് അല്ല, അവരിങ്ങനെ ഏഷ്ണി കൂട്ടി ഇങ്ങനെ ചൊറിഞ്ഞ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് വീട്ടിൽ. അപ്പോൾ കുറച്ച് ഇങ്ങനെ പാമ്പേർഡാണ് ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം വന്നത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഇഗ്നോർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഈ സിദ്ധു ഇതുപോലെയായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് വരുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ സിദ്ധു പേർപ്പസ്ലി ഇത് കേൾക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി ഓരോന്ന് പറയുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അന്ന് എനിക്ക് അതറിയില്ല. അപ്പം ഞാൻ ഇതിന് തിരിച്ചു പറയാൻ നിൽക്കും. അപ്പം ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. ആ സിനിമയില് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന അതുപോലൊക്കെ തന്നെയായിരുന്നു അതേപോലെ ആര്യ മലയാളിയായിരുന്നല്ലോ. അപ്പോ ആര്യമായിട്ട് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫിലിമിൽ അഭിനയിക്കുന്നത്? അവിടെ പോയിട്ട് ആണ് ചെയ്യുന്നത്, ചെന്നൈയിലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ആര്യ മലയാളിയാണെന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞങ്ങള് ആദ്യം ഫോട്ടോഷൂട്ടിലാണ് കാണുന്നത്. അപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോ ഇങ്ങനെ പുള്ളിക്കാരൻ കൊഞ്ചി മലയാളം പറയണോ? ഞാൻ മലയാളി, അതെ ഞാൻ മലയാളിയാണ്, ഞാൻ കണ്ണൂക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരെയും കുറച്ച് നമ്മളെ ഇപ്പം എനിക്കറിയില്ല, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഒരു കുട്ടിക്കളി ഒരു മോഡായിരുന്നു പുള്ളിക്കാരന്. അങ്ങനെ ഇപ്പം രാജു അങ്ങനെയുള്ളവരൊക്കെ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കുട്ടിക്കളി കാര്യങ്ങളില്ല. അവർ വളരെ സീരിയസ് ആയിട്ട് സെറ്റിലിരിക്കുന്നതും സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുന്നതും അവർ പെർഫോം ചെയ്യുന്നതും എല്ലാം വ്യത്യാസമുണ്ട്. ആരെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്ക് സ്കൂൾ കിഡിൻ്റെ മാതിരിയാണ് സെറ്റിൽ. പക്ഷേ ഇത് ഫ്രെയിം വന്ന് നിൽക്കുമ്പോൾ അഭിനയിക്കും, ഡയലോഗ് പറയും ഒക്കെ ഉണ്ട്. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര കുട്ടികളുടെ പോലെയായിരുന്നു. ഇടയ്ക്ക് ഒരിടത്ത് വെച്ചിട്ട് ഇവരെ കോയിൻസിഡൻസിലി മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാനില്ല, കണ്ടിട്ടില്ല അവരെ. പിന്നെ ഞാൻ പോയല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. അല്ല, പിന്നെ ഒരിക്കലും ഇവരുടെ വാർത്തകൾ കേൾക്കുമ്പോഴും എപ്പോഴെങ്കിലും സംസാരിക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല? ഇല്ല. ഇപ്പോ ഇവര് ഈ പറയുന്ന ജയൻ രവിയൊക്കെ വലിയ സ്റ്റാറുകളാണ്. അപ്പൊ ഇവരുടെയൊക്കെ സിനിമകളൊക്കെ കാണുമോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇതിന്റെ വാർത്തകൾ? എല്ലാം ഒന്നും എനിക്ക് കാണാനായിട്ട് പറ്റാറില്ല. ഇപ്പൊ ഈ പൊന്നിയൻ സെൽവം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം മണിരത്നം പോലെ അത്രയും വലിയൊരു ഡയറക്ടറുടെ പടത്തില് പൊന്നിയൻ സെൽവം എന്നുള്ള ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ പ്ലേ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ജയം രവി. അഭിനയത്തിലല്ല, ഇപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഫൈറ്റ് സീനും അങ്ങനത്തെ ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാണ്, ഭയങ്കര കെയറിങ് ആണ് പുള്ളിക്കാരൻ. ഇപ്പോൾ ഒരു നമ്മൾ ചേസാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മധുരയിലൊക്കെ ഓടി ഉണ്ടാക്കി, കിലോമീറ്റർ കണക്കിന് ഞങ്ങൾ ദാസ് എന്ന് പറഞ്ഞ പടത്തിന് ഓടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും നമ്മൾ ഓടി ഫൈറ്റ് അതൊക്കെ നടക്കുമ്പോൾ ഒരു ഹിറ്റായിരുന്നില്ലേ
ദാസ് ദാസ് ആവറേജ് ആയിരുന്നു. average, അല്ല, പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ ഈ ഫൈറ്റേഴ്സ് വന്നിട്ട് എന്തോ ഇങ്ങനെ കൈകൊണ്ടോ കാലുകൊണ്ടോ എന്തോ ഇങ്ങനെ കാണിച്ചപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ തലയിലാണ് അത് അടിക്കാനായിട്ട് പോയത്. പക്ഷെ പുള്ളിക്കാരൻ, എനിക്ക് അതൊന്നും എനിക്കറിയുന്നില്ല. ഞാൻ ഓടുന്നുണ്ട്, അടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഈ അടിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കാനുള്ള സീക്വൻസ് നായകനല്ലേ അറിയുള്ളൂ, നായികയ്ക്ക് അറിയില്ല. ഇവരെവിടെ നിന്നൊക്കെ ചാടി വരുന്നത് നമുക്കറിയുന്നില്ല. അപ്പൊ വരുമ്പോ ഈ ഓൾമോസ്റ്റ് എനിക്ക് കൊള്ളേണ്ട ഒരു അടി പുള്ളിക്കാരൻ അത് കണ്ട് എൻ്റെ തല പിടിച്ച് താത്തി പുള്ളിക്കാരൻ്റെ മേത്തേക്ക് ഇങ്ങനെ ആക്കി ആ ഒരു വലിയൊരു അടി എൻ്റെ തലയ്ക്ക് കിട്ടേണ്ടത്. അങ്ങനെ അത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്. എല്ലാ ഫൈറ്റ് സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫൈറ്റ് സീക്വൻസിലും പുള്ളിക്കാരൻ വളരെ നമ്മളെ സേഫ് ആക്കിക്കൊണ്ട് നമുക്ക് അപകടം വരാത്ത രീതിയിൽ അങ്ങനെ വളരെയധികം കെയറിങ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കണം പുള്ളിക്കാരൻ. നിങ്ങൾ അഭിനയിച്ച ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, കിടുവാണ്. സുഹാസിനി മണിരത്നം, അതെ, അസാധ്യമായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരിക്കും അവരുടെ കൂടെ നിന്ന് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാന്നൊക്കെ പറയുന്നത് ആഗ്രഹമായിരിക്കുന്ന ഒരു സ്പേസിലാണ് അത്രയും വലിയൊരു ആക്ട്രസുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ്. അതെ, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഡേയ്സ് സ്പെൻഡ് ചെയ്തിരിക്കുന്നതും സുഹാസിനി ചേച്ചിയായിട്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ സുഹാസിനി ചേച്ചിയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് കുറച്ച് അറിയില്ലായിരുന്നു ആദ്യം. കാരണം പല ആൾക്കാരുടെ പേര് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ ആക്ട്രസസിനെയാണ് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഫൈനലി സുഹാസിനി ചേച്ചിയാണ് അതിന് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പണ്ടത്തെ വലിയ ആക്ട്രസ് ആണെന്ന്. പക്ഷെ പുള്ളിക്കാരിയുടെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങി ഇപ്പം മലയാളമൊക്കെ നല്ലപോലെ പറഞ്ഞ് വളരെ, ഞാനൊക്കെ പുതിയ കുട്ടിയാണ്. അപ്പോൾ പക്ഷെ വളരെ എന്താ പറയുക, സ്നേഹത്തോടു കൂടി അങ്ങനെ അവർ വലിയൊരു ആക്ട്രസ് ആണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ. അവർ ഒരു ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞ് ചെന്നൈ പോയി അവർ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു ബോക്സ് ഫുൾ ഓഫ് ഈ നെക്ലസും ഇങ്ങനെ, ആ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം, ആർട്ടിഫിഷ്യൽ ജ്വല്ലറികളൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് അങ്ങനെ ഒരു സെറ്റ് ജ്വല്ലറി, ഇങ്ങനെ മാലയും കമ്മലും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നീ എന്താ എന്നെ, തൃശ്ശൂരായിരുന്നു നമ്മളുടെ ഷൂട്ടിങ്, അപ്പം നീ എന്താ എന്നെ വീട്ടിലോട്ട് കഴിക്കാൻ വിളിക്കുന്നേ എന്ന് ചോദിക്കായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇവരൊക്കെ നമ്മുടെ അങ്ങനെ വിളിച്ചാൽ അവർ വരും, അവരൊക്കെ വലിയ ആക്ടേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ ശരി ഒരു ദിവസം വരൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീക്കെൻഡ് ആ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഇല്ല, ഞാൻ വരാം, ഒരു സാറ്റർഡേയോ സൺഡേയോ നമുക്ക് രണ്ടുപേർക്കും ഇല്ല, വരാം വീട്ടിലോട്ടെന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മളെ വീട്ടിലെല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമുക്കിവരെ വിളിക്കാനൊരു മടി. ഇവർ വെറുതെ പറഞ്ഞതാണോ അതോ ശരിക്കും സുഹാസിനി ചേച്ചി വരാമെന്ന് മീൻ ചെയ്തുകൊണ്ട് പറഞ്ഞതാണോ നമുക്ക് അറിയുന്നില്ല. ഇങ്ങനെ ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പതുക്കെ, ഇവരുടെ ഫോൺ നമ്പറൊന്നും നമ്മുടെ അടുത്തില്ല, ഇവർ താമസിക്കുന്ന സ്ഥലം നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ് നമ്മൾ. എന്നിട്ട് കണക്ട് ചെയ്യൂ സുഹാസിനി ചേച്ചിക്ക് എന്ന് കണക്ട് ചെയ്തപ്പോൾ ഞാനിവിടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അയ്യോ, അപ്പോൾ അവർ സുഹാസിനി ചേച്ചി ശരിക്കും മീൻ ചെയ്ത് തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ ചേട്ടനാരോ വണ്ടി എടുത്ത് പോയി കൂട്ടിക്കൊണ്ടുവന്നു, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അതൊരു മെമ്മറി. അത് കഴിഞ്ഞ് സിനിമ ഇറങ്ങിയ ശേഷം ചെന്നൈ വെച്ച് കണ്ട് വിളിച്ചു പറഞ്ഞു നന്നായിട്ടുണ്ട്, അങ്ങനെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവര് തിരക്കായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി അവര് പിന്നെ നമ്മളെ വിളിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. കാരണം അവര് ബിസിയാണ്, വളരെ ബിസി ആയിട്ടുള്ളവർ. തെലുങ്കിലും തമിഴും ഒക്കെ ചെയ്യുന്നവരല്ലേ. അവരടുത്ത ഇതിലോട്ട് പോവും, അവിടെ വേറെ ആൾക്കാരെ കാണും. അത് നമുക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ലക്കിയാണ്, ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പുള്ളിക്കാരിയുടെ കൂടെ, പുള്ളിക്കാരിയെ പരിചയപ്പെടാൻ പറ്റി, ഇത്ര സമയം പുള്ളിക്കാരിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചോ എന്നൊന്നും അതിനെ പറ്റിയൊന്നും ഞാൻ തിങ്ക് ചെയ്യുന്നില്ല.